നേമത്ത് നിന്ന് വിജിൻ വായാന്തോട് വട്ടിയൂർക്കാവുന്ന സെയ്ഫ് സൈനുലാബ്ദീൻ, തൃപ്പുണിത്തുറയിൽ നിന്ന് സിബി ജോസഫ്, ഒപ്പം പേരാമ്പ്ര, ബാലുശ്ശേരി, എലത്തൂർ മണ്ഡലങ്ങൾ സമീറും പറയും. അപ്പോൾ നമുക്ക് ആദ്യം എവിടേക്ക് പോകാം? തൃപ്പൂണിത്തുറയിൽ. ആദ്യം തൃപ്പൂണിത്തുറ പിടിക്കാം. അപ്പോൾ സിബി ജോസഫാണ് തൃപ്പൂണിത്തുറയിൽ നിന്ന് വിവരങ്ങൾ നൽകാനായി ചേരുന്നത്. സിബി, തൃപ്പൂണിത്തുറയെ സംബന്ധിച്ചിടത്തോളം പോരാട്ടത്തിന് കുറവൊന്നുമില്ല അല്ലേ? ഒരുപാട് മറ്റ് വിവാദങ്ങളൊക്കെ ഉണ്ടായ സ്ഥലം കൂടിയായിരുന്നു തൃപ്പൂണിത്തുറ. നിശ്ചയമായും കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ NDA വലിയ നേട്ടമുണ്ടാക്കി ആ നഗരസഭ പിടിക്കുകയും ചെയ്തു. ആ അർത്ഥത്തിൽ വലിയ ത്രികോണ പോരാട്ടത്തിന്റെ പ്രതീതി അവിടെ ഉണ്ട്. തീർച്ചയായിട്ടും. അപ്പോൾ 2020 സ്ഥാനാർത്ഥിയാണ് അവിടെ മത്സരിക്കുന്നത്, NDAക്കായിട്ട് അല്ലേ? അത് അഞ്ജലിയാണ് മത്സരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും തൃപ്പൂണിത്തുറയിലേക്ക് എത്തുമ്പോൾ NDA വലിയ പ്രതീക്ഷ വെച്ച് പുലർത്തുന്ന മണ്ഡലം കൂടിയാണ്. പക്ഷെ അതിനപ്പുറത്തേക്ക് വോട്ടും കണക്കുകളും ഒക്കെ എങ്ങനെ മാറി മറിയും എന്നുള്ളത് കൂടെ കണ്ടറിയണം. അങ്ങനെ തൃപ്പൂണിത്തുറയിലെ കലാശക്കൊട്ടിലേക്കും ഒപ്പം തന്നെ മണ്ഡലത്തിൽ പൊതുവായി നടന്ന പ്രചാരണ വിഷയങ്ങളിലേക്കൊക്കെയാണ് വരുന്നത്. സിബി, അപ്പോൾ എങ്ങനെയാണ് തൃപ്പൂണിത്തുറയിലെ പ്രചാരണം അവസാന നിമിഷത്തിലേക്ക് എത്തുമ്പോൾ ആർക്ക് മുൻകൈ, ആരൊരു മുൻതൂക്കം ഉണ്ടാക്കി എന്ന് പറയുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ടോ? ഒപ്പം തന്നെ മണ്ഡലത്തിൽ നിന്ന് പങ്കുവയ്ക്കാവുന്ന വിശേഷങ്ങൾ എന്തൊക്കെയാണ് സിബി? വെരി ഗുഡ് മോർണിംഗ് സേഫു, ജിൻസി. എന്തായാലും ചെറിയൊരു മാറ്റമുണ്ട്. തൃപ്പൂണിത്തുറയല്ല, തൃക്കാക്കരയാണ്. തൃപ്പൂണിത്തുറയിൽ ഇപ്പോൾ തുടങ്ങിയിട്ടില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തൊട്ടടുത്തുള്ള മണ്ഡലമായ തൃക്കാക്കരയിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ്. തൃക്കാക്കരയിൽ നമുക്ക് കാണാം ഇപ്പോൾ LDF സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് പുഷ്പദാസ്, അവർ രാവിലെ ഒരു മോർണിംഗ് വാക്കത്തോണാണ്, യൂത്ത് വാക്കത്തോൺ തുടങ്ങിയിരിക്കുകയാണ്. അങ്ങനെയാണ് ഇന്നത്തെ ഒരു ആവേശ കൊട്ടിൻ്റെ ഒരു തുടക്കം ഇന്ന് ഇപ്പോൾ നടത്തിയിരിക്കുന്നത്. ഇന്നിപ്പോൾ പാലാരിവട്ടത്ത് പാലത്ത് തുടങ്ങിയ തൃക്കാക്കരയിലെ പാലാരിവട്ടം പാലത്തിനും ഇപ്പോൾ കൊച്ചി സ്റ്റേഡിയത്തിലേക്കാണ് ഈ വാക്കത്തോൺ. നമ്മളിപ്പോൾ സ്ഥാനത്തിന് ശരിയാണ്. എങ്ങനെയുണ്ട് എല്ലാ മണ്ഡലത്തിലെ എല്ലാ മൂലും ഒക്കെ എല്ലായിടത്തും പോയോ? മിക്കവാറും എല്ലായിടങ്ങളിലേക്കും ചെല്ലാൻ കഴിഞ്ഞിട്ടുണ്ട്. എല്ലാ വോട്ടർമാരെ നേരിടാൻ പറ്റി? എല്ലാ വോട്ടർമാരെ ഇല്ലെങ്കിലും ഏകദേശം ഒരു കാൽഭാഗത്തോളം കണ്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഏതാണ്ട് തൃക്കാക്കര ഇത്തവണ LDF തിരിച്ചു പിടിക്കും. LDF പിടിക്കും. മൊത്തത്തിലൊരു വോട്ടർമാരുടെ ആവേശവും ജനങ്ങളുടെ ഒരു പ്രതികരണമൊക്കെ എങ്ങനെയായിരുന്നു? താഴേക്ക് ചെല്ലുമ്പോൾ നല്ലൊരു സ്വീകാര്യതയുണ്ട്. അവർ തൃക്കാക്കരയുടെ വികസനവുമായിട്ടുള്ള പ്രശ്നങ്ങൾ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് നല്ലൊരു ആവേശമുണ്ട്. കൊച്ചിയിലെ അല്ലെങ്കിൽ എറണാകുളം ജില്ലയിലെ ഏറ്റവും നഗരകേന്ദ്രീകൃതമായ ഒരു മണ്ഡലം കൂടിയാണ്. അതുകൊണ്ട് നഗരത്തിൻ്റെ എല്ലാ വികസനങ്ങളും ചർച്ച ചെയ്യപ്പെടുന്ന ഒരു മണ്ഡലം കൂടിയാണ്. തീർച്ചയായും ഫ്ലാറ്റുകളിലേക്ക് അടക്കം കടന്നു ചെല്ലുമ്പോൾ ഈ മണ്ഡലത്തിൻ്റെ വികസന മുരടിപ്പ് തന്നെയാണ് അവർ ചർച്ച ചെയ്യുന്നത്. അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പ് തൃക്കാക്കര മണ്ഡലത്തിൻ്റെ വികസന ദൗർബല്യങ്ങളെ ചർച്ച ചെയ്യുന്ന ഒരു തെരഞ്ഞെടുപ്പായിട്ട് മാറും. ഇപ്പോൾ എറണാകുളം ജില്ലയിൽ ഏറ്റവും കൂടുതൽ LDF പരീക്ഷ നടത്തുന്ന ഒരു ജില്ല കൂടിയാണ് തൃക്കാക്കര. ഇത്തവണ പാർട്ടി ചിഹ്നത്തിൽ മത്സരിക്കുന്ന പ്രത്യേകത. അതെ അതെ, പാർട്ടി ചിഹ്നത്തിൽ മത്സരിക്കുന്ന ആവേശം പാർട്ടി പ്രവർത്തകർക്കുണ്ട്. എന്തായാലും ഇന്നിപ്പോൾ വൈകിട്ട് കുട്ടിക്കലാശം എവിടെ വെച്ചാൽ? കുട്ടിക്കലാശം കാക്കനാട് വലിയ ആവേശത്തിലാണ്. എന്തായാലും സേഫ് സ്ഥാനാർത്ഥിയും പ്രവർത്തകരൊക്കെ വളരെ വലിയ ആവേശത്തിലാണ്. വൈകിട്ട് കാക്കനാട് വെച്ചാണ് കുട്ടിക്കലാശം. ഇതിന് ഒരു ആരംഭം ഇന്നിപ്പോൾ ഒരു വാക്കത്തോടെ ആരംഭിച്ചിരിക്കുകയാണ്. അവിടുത്തെ ഒരു യൂത്ത് ബ്രിഗേഡ് അവരെല്ലാം ഒരുമിച്ചുകൊണ്ട് രാവിലെ തൃക്കാക്കര നിയോജക മണ്ഡലത്തിലുള്ള ഈ പാലാരിവട്ടം മുതൽ സ്റ്റേഡിയം വരെ ഇപ്പോൾ ഒരു വാക്കത്തിലൂടെ മുന്നോട്ട് പോവുകയാണ്. വലിയ ആവേശത്തിലാണ് എറണാകുളം ജില്ലയും ഉള്ളത്. അല്പസമയത്തിന് തന്നെ നമുക്ക് തൃപ്പൂണിത്തുറയിലെ ചിത്രം നമുക്ക് വ്യക്തമാകും. ഇന്നിപ്പോൾ ഇവിടെ തൃക്കാക്കരയിൽ UDF സ്ഥാനാർത്ഥി ഉമാ തോമസ് ആണ്. നമുക്കറിയാം ഈ NDAയുടെ സ്ഥാനാർത്ഥി എന്ന് പറയുന്നത് അഖിൽ മാരാരാണ്. അവിടെയും 2020 ഏറെ സ്വാധീനമുള്ള ഒരു മണ്ഡലം കൂടിയാണ് തൃക്കാക്കര. അങ്ങനെ തൃക്കാക്കര ഇത്തവണ തിരിച്ചു പിടിക്കുക എന്നുള്ളതാണ് ഈ LDFിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം. അതേസമയം തന്നെ ഈ തൃക്കാക്കര നിലനിർത്തുക എന്നുള്ളത് ഉമാ തോമസ് രംഗത്തിറക്കൊണ്ട് UDF മുന്നോട്ട് പോകുന്നു. ശക്തമായ പോരാട്ടം നടക്കുന്ന ഒരു മണ്ഡലം കൂടിയാണ് തൃക്കാക്കര. തൃക്കാക്കരയിലെ ആവേശക്കൊട്ടിൻ്റെ അല്ലെങ്കിൽ ആവേശ കലാശത്തിൻ്റെ ഒരു തുടക്കം ആണ് ഇപ്പോൾ ഈ ഒരു വാക്കത്തിലൂടെ നമുക്ക് കാണാൻ കഴിയുന്നത്. യെസ്, ഇപ്പോൾ തൃക്കാക്കരയിൽ നിന്ന് ചേരുമെന്നറിയിച്ചിരുന്ന തൃപ്പൂണിത്തുറയിൽ നിന്ന് ചേരുമെന്നറിയിച്ചിരുന്ന സിബി തൃക്കാക്കരയിൽ നിന്നാണ് ചേരുന്നത്. രണ്ടിലും ഉണ്ടെന്നുള്ളതുകൊണ്ട് നമുക്ക് ആശ്വാസം. അതെ, അപ്പോൾ എന്തായാലും ഇതാ രാവിലെ തന്നെ വാക്കത്തോണൊക്കെ ആയിട്ട് സജീവമാണ്. കാരണം ഇന്നൊരു ദിവസം കൂടി ഇങ്ങനെ സജീവമായിട്ട് ഇറങ്ങാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഉറപ്പായിട്ടും പല സ്ഥാനാർത്ഥികളും ഇന്നലെ രാത്രി ഉറങ്ങിക്കാണില്ല. ഇല്ല, ഇന്നലെ ഉറങ്ങിയ സ്ഥാനാർത്ഥികൾ ഉണ്ടെങ്കിൽ സമ്മതിക്കണം അവരെ. കാരണം എന്താണെന്ന് വെച്ചാൽ സാധാരണ ദിവസങ്ങളിൽ പോലും 3-4 മണിയൊക്കെ ആവും സ്ഥാനാർത്ഥികളെല്ലാം കഴിഞ്ഞ് വീട്ടിലെത്തുമ്പോഴെന്നാണ് പറയുന്നത്. പിന്നീട് രാവിലെ തന്നെ ഇറങ്ങും. അപ്പോൾ ഇന്നലെ പിന്നെ അതുകൂടെ സാധിച്ചിട്ടുണ്ടാവില്ല.